ബിൻസി സജി ക്വീൻസ് കളക്ഷൻസ് ചേർന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന കുർത്തീസ് ആണ്. എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ തന്നെ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഗിവ് അവേയുടെ റൂൾസ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ വീഡിയോയുടെ ലിങ്ക് എടുത്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 20 hours ശേഷം നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അങ്ങനെയാണ്. അതല്ല ഇനിയിപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ സ്റ്റോറി ആയിട്ട് മെൻഷൻ ചെയ്തല്ല, അങ്ങനെയാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കൊന്ന് അയച്ചു തന്നെ. അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് കുർത്തീസ് ഒക്കെ കാണാം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഒരു ഗൗൺ പാറ്റേണിൽ, അത് പാനൽ കട്ട് പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ്. അതും ഈ ഒരു സീസണിൽ, അതായത് നമ്മുടെ ഈ ഒരു സമ്മർ സീസണിൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ലാവൻഡറാണ്. ലാവൻഡറിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ്റെ കളർ വരുമ്പോഴത്തേക്കും ഗ്രീൻ്റെയും ബ്ലൂവിൻ്റെയും കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ്. അതുപോലെ തന്നെ ഈ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ലൈൻ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഈ സെയിം കളേഴ്സ് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും യൂനെക്ക് പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. ഈ നമ്മുടെ ഈ പോർഷന് ആ ഒരു ലൈൻ പാറ്റേണിന് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിന് കട്ട് ബീഡ്സിന്റെയും മിറേഴ്സിന്റെയും വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. സെന്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു കട്ടിങ് കൊടുത്തിട്ട് അവിടുത്തെ പാനൽസ് ആണ്. ടോട്ടലി ഒരു 12 പാനൽസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല ഫ്ലെയറിലും ആണ് വന്നിരിക്കുന്നത്. ഒരു ഗൗൺ പാറ്റേണിൽ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ്. ഒരു 50 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടാണ് ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെമ്മേരയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനിൽ വന്നിരിക്കുന്ന ഈ ഒരു ലൈൻ പാറ്റേണിൽ വരുന്ന ഡിസൈനിൽ ആ ഒരു ഡിസൈൻ ഹെമ്മേരയിലേക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്ന രീതിയിൽ ആ ഹെമ്മേരയിൽ ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് വരുമ്പോഴത്തേക്കും 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവിന്റെ എൻ പോർഷനിലും നമ്മുടെ ഈ യോക്കിൽ വന്നിരിക്കുന്ന സെയിം തന്നെ ആ ഒരു ഡിസൈൻ, ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ആണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് വിത്ത് ലൈനിങ് ആണ്. സ്ലീവിൽ ലൈനിങ് ഇല്ല, ബോഡി പോർഷൻ ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇങ്ങനെയാണ് കേട്ടോ. ഇതുപോലെ വരും. നെക്ക് യൂനെക്കാണ് വന്നിരിക്കുന്നത്. ഈ പോർഷനിലേക്ക് ഇങ്ങനെയാണ്. നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബോഡിയിലേക്ക് ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്. സ്ലീവ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. സ്ലീവിൻ്റെ എൻ പോർഷനിലും ഇതുപോലെ വരും. അതുപോലെ തന്നെ നമ്മുടെ കുർത്തിയുടെ ഹെമ്മേരയിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ ആ ഒരു പടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ലൊരു ഗൗണായിട്ടൊക്കെ തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. നല്ല ലെങ്ത്തിലുമാണ്. അതുപോലെ തന്നെ നല്ലോണം ഫ്ലെയറും ഉണ്ട് കേട്ടോ. ഇതുപോലെ വരും. ടോട്ടൽ ഒരു 12 പാനൽസ് ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇൻസൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇതുപോലെയാണ് ഓരോ പാനൽസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ബോഡി പോർഷൻ ഫുള്ളായിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 50 ഇഞ്ചോളം ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ്. നമുക്കൊരു ഗൗൺ പാറ്റേണിൽ തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1050. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡാണ്. പിങ്കിന്റെ തന്നെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അതും സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ യൂനെക്ക് പാറ്റേണിലാണ് ഒരു ഗൗൺ മോഡലിൽ വന്നിരിക്കുന്നത്. പാനൽ കട്ടിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന കോട്ടൺ കുർത്തിയാണ്. കോട്ടൺ ആണ്, പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഈ പോർഷൻ വരുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലൈൻ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് കട്ട് ബീഡ്സിന്റെ മിറേഴ്സിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സെന്ററിൽ വരുമ്പോൾ ഒരു കട്ടിങ് കൊടുത്തിട്ട് അവിടുന്ന് പാനൽസ് ആണ്. ടോട്ടലി ഒരു 12 പാനൽസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഹെമ്മേരയിലേക്ക് വരുമ്പോൾ നമ്മുടെ യോക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ, ആ ഒരു മെറ്റീരിയൽ നിന്ന് ഹെമ്മേരയിലേക്ക് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന്റെ എൻ പോർഷനും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. യോക്ക് പോർഷൻ ഇങ്ങനെ വരും. ഇങ്ങനെയുണ്ട്. ബോഡിയിലേക്ക് ഇങ്ങനെയാണ്. നമ്മുടെ കുർത്തിയുടെ ഹെമ്മേരയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാം. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ്. ഒരു 50 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അതും ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ എന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം,
ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് 1050. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ പ്യുവർ കോട്ടൺ തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതിന്റെ അത് ഗ്രീൻ കളറിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത്. ബ്ലൂവിന്റെയും ഗ്രീനിന്റെയും കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. നമ്മൾ ഈ പാറ്റേണിൽ കാണിക്കുന്നത് 3 കളേഴ്സാണ്. ഈ 3 കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഇതിന്റെ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് കേട്ടോ. നെക്ക് യൂനെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ പോർഷൻ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ കട്ടിങ് വന്നിട്ട് അവിടുന്ന് പാനൽസ് ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. 12 പാനൽസ് ആണ് ടോട്ടലി വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഹെമ്മേരിയിലും നമ്മുടെ യോക്കിൽ വന്നിരിക്കുന്ന പോലെ തന്നെ ഒരു പടി കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ്, നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതുണ്ട് ബോഡി പോർഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതും ഈ ഒരു സീസണിൽ, ഈ സമ്മർ സീസൺ ഇത്രയും ചൂട് കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഇത് നല്ലൊരു ഓപ്ഷനായിട്ട്, കാരണം പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, എന്നാൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യുകയും ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. 50 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 1050. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് ഒരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ്, ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ്. സോഫ്റ്റ് സിൽക്കിന്റെയും അതുപോലെ തന്നെ കോട്ടന്റെയും കൂടിയൊക്കെ ഒരു മിക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ്. നമുക്ക് എപ്പോഴും വരാറുള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ല, വേറെ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് നല്ലൊരു കൂളിംഗ് ഫീൽ കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് അത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ആയിട്ട് വരുന്നൊരു വയലറ്റിന്റെയും ബ്ലൂവിന്റെയും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. അതിന്റെ ഒരു പേസ്റ്റൽ വൈറ്റ് മിക്സ് വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് ബാറ്റിക്കിന്റെ പ്രിന്റ് ആണ് ഫുള്ളായിട്ട് ഇതുപോലെ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ്. പ്രിന്റിന്റെ കളർ വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ബ്ലൂവിന്റെയും വയലറ്റിന്റെയും കൂടെ ഒക്കെ വന്നിട്ട് ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ്. ബ്ലൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ള കളറിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ യൂനെക്കാണ് ഞാൻ വേറെ ഇരിക്കുന്ന സെയിം പാറ്റേണിലാണ്. അത്യാവശ്യം വൈഡായിട്ട് നിൽക്കുന്ന നെക്കാണ്. നെക്ക് ലൈൻ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ കട്ട് ബീഡ്സിന്റെയും മിറേഴ്സിന്റെയും വർക്കാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് 3/4 ആണ്. 3/4 കുറച്ചും കൂടി ലെങ്ത് വരുന്ന ഒരു സ്ലീവാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ്. ഇതാണ് നെക്ക് വരുന്നത്. ഇതുപോലെ വരും. ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു 47-48 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ്. റേറ്റ് വരുന്നത് 750. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ ഒരു വൈറ്റിന്റെ ഒക്കെ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റിന്റെ കളർ വരുമ്പോഴത്തേക്കും ഒരു ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനിലുള്ള കളറാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള കളറാണ്. വീഡിയോയിൽ കളർ കുറച്ചൊരു തെളിഞ്ഞ് ബ്ലൂയിഷ് ആയിട്ടായിരിക്കും കേട്ടോ കാണുക. അങ്ങനെയല്ല, ബ്ലൂ ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളറല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കളറാണ്. നെക്ക് വരുമ്പോഴത്തേക്കും യൂനെക്കാണ് വന്നിരിക്കുന്നത്. നെക്ക് ലൈൻ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് കട്ട് ബീഡ്സിന്റെയും മെറൽസിന്റെയും വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് പ്രിന്റഡ് ആണ്. നല്ല ഭംഗിയാണ്. നമുക്ക് നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ട് എങ്ങനെയാണെങ്കിലും നമുക്ക് റെഗുലർ വെയറോ സെമി പാർട്ടി വെയറോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നല്ലൊരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് ഉണ്ട്. സ്ലീവ് വരുമ്പോഴത്തേക്കും ഇതുപോലെ 3/4 കുറച്ചും കൂടി ലെങ്ത് ഉള്ള ഒരു സ്ലീവാണ്. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഇതാണ് ഇതുപോലെ വരും. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാത്രമുള്ളതാണ്. ഒരു 47-48 ഇഞ്ച് ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 750. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇന്ന് നമ്മൾ കാണിച്ച എല്ലാ കളേഴ്സും നല്ല ഭംഗിയായിട്ട്
ഒരുപാട് ബ്രൈറ്റ് അല്ല എന്നാൽ ഒരുപാട് ലൈറ്റ് അല്ല, അങ്ങനെ നല്ല ഭംഗിയായിട്ട് വരുന്ന കളേഴ്സിലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ലാവൻഡർ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. വൈറ്റിൻ്റെ ലാവൻഡറിൻ്റെ കൂടിയൊക്കെ ഒരു മിക്സ് ആയിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് സെയിം തന്നെയാണ്, മെറ്റീരിയൽ ആണെങ്കിലും കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ്. നമുക്കൊരു കോട്ടണും കുറച്ചൊരു സിൽക്കും കൂടെ മിക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. നെക്ക് യൂനെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ്. കട്ട് ബീഡ്സിന്റെ മിറേഴ്സിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ് ഇതുപോലെ വരും. കളറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഡിഫറൻസ്, ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. ഇതുപോലെയാണ് പ്രിന്റ്, ഇതുപോലെ വരും. നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഒരു കളറ് നമ്മൾ കുറേ നാൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറീസ് വന്നിരുന്ന ഒരു കളറാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 47-48 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 750. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് 2 ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന കുർത്തീസ് കളക്ഷൻസ് ഉണ്ട്. ഈ 2 പാറ്റേണും നല്ല ഭംഗിയായിട്ട് വരുന്നതാണ്. ഫസ്റ്റ് കാണിച്ചത് ഒരു ഗൗൺ പാറ്റേണിൽ പാനൽ കട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന കോട്ടൺ കുർത്തിയായിരുന്നു. നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കാണിച്ചത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിലോട്ടോ. ഇതിൽ നമ്മളിന്ന് കാണിച്ച ഒരു 6 കളേഴ്സ് ഉണ്ട്. 2 ഡിഫറെൻറ്റ് പാറ്റേണിൽ 6 കളേഴ്സാണ് കാണിച്ചത്. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്ന കളേഴ്സാണ്. നല്ല സ്റ്റൈലായിട്ട് എന്നാൽ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സാണ് കേട്ടോ. ഇത് ഏത് കുർത്തി എടുത്താലും ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം കേട്ടോ. വെബ്സൈറ്റ് ത്രൂ തന്നെ എല്ലാവരും ബുക്കിംഗ് എടുക്കുക. വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നമ്മളത് ചെക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് ഡിലേ ആവും, ഐറ്റം കിട്ടാതെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം വാട്സപ്പ് മെസ്സേജ് ഒരുപാട് ബൾക്കായിട്ടാണ് വരുന്നത്. 1-2 മെസ്സേജ് അല്ല. നമ്മൾ 2:30ക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം തൊട്ട് നല്ല ബൾക്കായിട്ടാണ് മെസ്സേജ് വരുന്നത്. നമ്മളപ്പോൾ ആദ്യം മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് വരുന്ന ആൾക്ക് പിന്നെ അയാളുടെ ഡീറ്റെയിൽസ് വരുന്നത് മുകളിലേക്ക് പോകും. അങ്ങനെ ചാറ്റ് കുറേ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഐറ്റം സോൾഡ് ഔട്ട് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പേര് ഇപ്പോഴും നമ്മളോട് കംപ്ലൈൻറ്റ് പറയാറുണ്ട്, ഞങ്ങൾ ഇന്നൊരു ടൈമിൽ മെസ്സേജ് അയച്ചതാണ്, നിങ്ങൾ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് റീസൺ. നമ്മൾ ഓരോ മെസ്സേജിനും റിപ്ലൈ കൊടുത്തിട്ട് ഒരു 5-10 മെസ്സേജിന് റിപ്ലൈ കൊടുത്തതിന് ശേഷമായിരിക്കും പിന്നെ മുകളിൽ പോയിട്ട് നമ്മൾ ആദ്യം കൊടുത്തവരെ ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈം ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും വെബ്സൈറ്റിൽ ഓർഡേഴ്സ് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഐറ്റം സോൾഡ് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. വെബ്സൈറ്റ് ത്രൂ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ച് പറയേണ്ട ആവശ്യം വരില്ല ഇവിടെ. മറ്റേത് വാട്സപ്പ് ത്രൂ ആകുമ്പോഴത്തേക്കും സ്ക്രീൻഷോട്ട് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ സൈസും സ്ഥലവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സൈസും സ്ഥലവും ചോദിക്കുമ്പോൾ അതിൻ്റെ മെസ്സേജ് പിന്നെയും ഇങ്ങനെ മെസ്സേജ് ലാഗ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളെപ്പോഴും വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.